നമ്മളെ സംബന്ധിച്ചിടത്തോളം നത്തിങ് ഈസ് ഇമ്പോസിബിൾ ആണ്. എന്നാൽ അതിലൊരു അടുക്കും ചിട്ടയും കൂടി വന്നാലോ എവറിത്തിങ് ഈസ് ഓക്കെ. ഓക്കെ, അസ്സലാമലൈക്കും. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. ഇതിന് തൊട്ടു മുമ്പ് ചെയ്ത വീട്ടമ്മമാർക്കൊരു വിചിന്തനം എന്ന വീഡിയോ എല്ലാവരും നിറ കൈകളോടുകൂടി സ്വീകരിച്ചു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും നമ്മുടെ ചാനലിൽ അംഗമായിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഫാമിലിയിൽ ഒത്തുകൂടൂ. സത്യത്തിൽ നമ്മൾ കുട്ടികൾക്കൊരു മാർഗരേഖ, ഒരു സമയനിഷ്ഠ നമ്മൾ തയ്യാറാക്കിയാൽ ഓട്ടോമാറ്റിക്കലി നമ്മളും അതിനോട് ഒത്തുചേർന്ന് നമുക്കും എല്ലാ കാര്യങ്ങളും എളുപ്പമായി തീരാൻ. ഇന്ന് നമുക്ക് ഒരു ചെറിയ ടൈം ടേബിൾ തയ്യാറാക്കിയാലോ? പേര് കുട്ടികളുടേതാണെങ്കിലും അതിനോടൊത്തു പിടിച്ച നമുക്കും കരകയറാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ടൈം ടേബിൾ തയ്യാറാക്കാം. ആദ്യം നമുക്ക് ടൈം ടേബിൾ തയ്യാറാക്കുന്നതിന് കുട്ടികളോടൊത്തൊരു ചർച്ച വേണം. കുട്ടികളുമായി ഒത്ത് ചർച്ച ചെയ്ത് അവരുടെയും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും കണ്ടുകൊണ്ട് നമുക്കും നിർദ്ദേശങ്ങളും ആണി അവരുടേതായ ഒരു റുട്ടീൻ വന്നാൽ തന്നെ നമുക്ക് ഓൾറെഡി നമ്മുടെ സമയനിഷ്ഠ വന്നു കഴിഞ്ഞു. പിന്നെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സമയത്തിന് ഒതുക്കാനും തീർക്കാനും കഴിയും എന്നാണ് വിശ്വാസം. നമുക്കൊന്ന് ഒത്തുപിടിച്ച് നോക്കാം. ഓക്കെ, ഏർലി മോർണിംഗ് ടു നൈറ്റ് വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചർച്ചയായിരുന്നു. അവരുടെ കൂടി താല്പര്യങ്ങൾ, എഴുന്നേൽക്കുക, അതുപോലെ ഫ്രീ ടൈം എപ്പോഴാണ്, സ്റ്റഡി എപ്പോഴാണ് ഇൻട്രസ്റ്റ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ അഭിപ്രായങ്ങൾ ആരാഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, ചെറിയ കുട്ടികളാണെങ്കിലും അവരുടേതായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അവർ കുറച്ച് സജഷൻസും റിക്വസ്റ്റും മുന്നിൽ വെക്കുകയും അതൊക്കെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ടൈം ടേബിൾ തയ്യാറാക്കാനുള്ള ഒരുക്കമാണ് ഞങ്ങൾ നടത്തിയത്. ഇപ്പോൾ ദീദി ഉണ്ണിയും ഉമ്മച്ചിനെ കൂടാതെ തന്നെ അവർ ചർച്ച ചെയ്തിട്ട് ഉമ്മച്ചി എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടതെന്നും മാത്രമല്ല ഉമ്മച്ചി എന്തൊക്കെയാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതെന്നും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ അവർ കുറച്ച് സജഷൻസും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം നമുക്കും കൂടി ഉൾക്കൊള്ളാനും നമുക്ക് ഇത്തിരി മാറ്റങ്ങൾ വരുത്താനും നമ്മളെ സഹായിക്കും. പിന്നെ ഇനി ദീദിയുടെ വക ഒരു റഫ് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയറാക്കി തയ്യാറാക്കി. ഇനി കാലത്ത് 5:30 മുതൽ വൈകിട്ട് രാത്രിയിൽ 10 മണി വരെയുള്ള ടൈം ടേബിളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നറിയിക്കുക. ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, 5:30ക്കാണ് മക്കൾ എഴുന്നേൽക്കുന്ന സമയം. ഇപ്പം നേരം വെളുത്തിരിക്കുകയാണ്. 5:30, ഒരു 5:20 കഴിഞ്ഞു. ഇപ്പം മക്കളെ വിളിച്ചുണർത്താൻ പോവാണ്. എല്ലാവരെയും എഴുന്നേൽപ്പിക്കുന്ന ആൾ നേരത്തെ എണീറ്റോടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഇനി മക്കളെ വിളിച്ചെഴുന്നേൽപ്പിക്കാം. നേരത്തെ എഴുന്നേറ്റ് എല്ലാവരെയും വിളിച്ചുണർത്തുന്ന ആൾ ഇതേ ഇവിടെ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാളും നല്ല ഉറക്കത്തിലാണ്. എനിക്ക് പിറ്റേ ദിവസം തന്നെ ടൈം ടേബിൾ പ്രാവർത്തികമാക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ കാലത്ത് എഴുന്നേൽക്കുന്നതോടുകൂടി തുടങ്ങുകയാണ്. അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ടൈം ടേബിൾ ഇന്ന് മുതൽ തന്നെ ഫോളോ ചെയ്ത് തുടങ്ങാം. മക്കൾ 5:30 എഴുന്നേറ്റു. അവരുടെ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത ശേഷം ബ്രഷ് ചെയ്ത് ബാത്റൂമിലൊക്കെ പോയി അവരുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ നിർവഹിച്ച ശേഷം ഉളു ചെയ്ത് സുബഹി നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഒരു 6:20-25 വരെ ഖുർആൻ പാരായണവും കൂടി കഴിഞ്ഞ് 6:30 അവർക്ക് പുറത്തേക്ക് ഇറങ്ങാം. 6:30 മുതൽ പുറത്തേക്ക് ഇറങ്ങി നടക്കുക, എക്സസൈസ് ചെയ്യുക, ഓടുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടത്തിൽ ചെറുതായി പച്ചക്കറിത്തോട്ടോ ഇല്ലെങ്കിൽ ചെടികളുടെ പൂന്തോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് നനച്ച് ഒക്കെ ഒന്ന് ഉഷാറായി വരാം. ഇത് കഴിഞ്ഞ് അകത്ത് കയറി എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും കുടിച്ചിട്ട് ഇനി 7:30 മുതൽ 8:30 വരെ 1 മണിക്കൂർ പഠനം.
കാലത്ത് പഠിക്കുമ്പോൾ അതിനൊരു സുഖം വേറെയാണ്. ഇത് കൊറോണ കാലത്ത് പഠനമൊക്കെ കണക്ക് തന്നെയാണ്. എന്നാലും നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് മക്കളെ ഇരുത്തുന്നു എന്ന് മാത്രം. അപ്പോൾ അവർ 1 മണിക്കൂർ പഠനത്തിന് വേണ്ടി മേലെ അവർക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളിടത്ത് പോയിരുന്ന് 1 മണിക്കൂർ പഠിക്കുക. പഠനം ഏകദേശം 8:30 വരെ അങ്ങ് എത്തിച്ചു. ഇനി 8:30 മുതൽ 9:30 വരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമാണ്. അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അത് ടേബിൾ സെറ്റിങ്ങിനും അതുപോലെ തന്നെ ടേബിൾ ക്ലീനിങ്ങിനും മക്കൾ നമ്മളോടൊപ്പം കൂടണം. അപ്പോൾ 8:30ക്കും 9:30ക്കും ഇടയിലായിട്ട് നമ്മൾ കുട്ടികളുടെ കൂടി സഹകരണത്തോട് കൂടിയിട്ട് ടേബിൾ സെറ്റിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവം പരിപാടി കഴിഞ്ഞു. ഇനി കുട്ടികൾ തലയിൽ എണ്ണയൊക്കെ തേച്ച് 9:30 മുതൽ 11:30 വരെയുള്ള സമയത്തിൽ അവർക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡാണ്. ഉമ്മമാരെ കിച്ചണിലായാലും ഇനി എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഉമ്മമാരെ സഹായിക്കുക. അത്രയും നേരം അവർ ഉമ്മമാരോട് കൂടെ ഉണ്ടായിരിക്കുക. ഇതാണ്. അപ്പോൾ ചെറുതായി പച്ചക്കറിക്കും ഉപ്പേരിക്കും ഒക്കെ അരിയാനും അതുപോലെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കച്ചറകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലീനിങ്ങിനും ഒക്കെ ആയിട്ട് നമ്മളെ കൂടെ കൂടാൻ ഉള്ള സമയമാണ് 9:30 to 11:30. ഒക്കെ മൂഡ് പോലെ കേട്ടാ കുട്ടികളുടെ കാര്യങ്ങൾ. ചില ദിവസം നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും, ചില ദിവസം ഇതിനൊന്നും വലിയ മൂഡൊന്നും ഉണ്ടാവില്ല. ചില ദിവസങ്ങൾ മീൻ കായം പരട്ടാൻ വരെ അവർ തയ്യാറാണ്. ഉപ്പേരിക്കുള്ള ബീൻസ് നാര് കളഞ്ഞ് വെക്കാണ്. ഇപ്പോൾ ഇതാ പണികളൊക്കെ ഒരുവിധം ഒതുങ്ങി. ഇനി മക്കൾക്ക് 11:30 to 1 മണി വരെ അവരുടേതായ കാര്യങ്ങൾ, കുളിക്കുക, ഡ്രസ്സ് ചെയ്യുക, അതുപോലെ തന്നെ വുളു ചെയ്ത് നിസ്കരിക്കുക, അങ്ങനെ വേണ്ട കാര്യങ്ങൾ 11:30 മുതൽ 1 മണി വരെ അവർക്ക് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ അതിനിടയിൽ നിസ്കാരം കഴിക്കുക. ഇനി ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി. മെയിനായിട്ട് അവരുടെ ടേബിൾ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ വെള്ളം, ഗ്ലാസ്, പ്ലേറ്റ്, അതുപോലെ വേസ്റ്റ് പാത്രം, ഇതൊക്കെ മറക്കാതെ ടേബിളിൽ എത്തിച്ച് വെക്കലാണ് അവരുടെ മെയിൻ പണി. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കൊണ്ടുവരാനും മൂഡ് പോലെ ടേബിളൊന്ന് തുടക്കാനും. ഭക്ഷണ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഇനി നേരത്തെ എണീക്കുന്നതല്ലേ, കുറച്ച് നേരം കിടന്നോട്ടെ എന്ന് കരുതിയാണ് ടൈം സെറ്റ് ചെയ്തത്. ഇനി 2 മണി മുതൽ 4 മണി വരെ അവർക്ക് ഫ്രീ ടൈമാണ്. ഉറങ്ങാനാണ് പറഞ്ഞത്. പക്ഷെ ഉറങ്ങാൻ ആരും റെഡിയൊന്നുമല്ല. അവർ വല്ല വർക്കൊക്കെ ആയിട്ട് നേരം കളയും. രണ്ട് മണി 3 മണി സമയത്തൊന്നും എൻ്റെ മക്കൾക്ക് ഉറക്കമില്ല. അവരുടെ പണി ഇതാ ക്രാഫ്റ്റ്. ഒന്നെങ്കിൽ വരക്കുക, അല്ലെങ്കിൽ ഇതിപ്പോൾ പഠിക്കണം എന്നൊന്നുമില്ല കേട്ടോ. പഠിക്കാൻ വേണ്ടിയൊന്നും മെനക്കെടാറില്ല. ആ സമയം കൊണ്ട് അവർ ഇതുപോലുള്ളതൊക്കെ ചെയ്തു തീർക്കും. നമ്മൾ കഴിഞ്ഞ തവണ ഒരു ക്രാഫ്റ്റ് വീഡിയോ കാണിച്ചപ്പോൾ പറഞ്ഞിരുന്നു കളർ A4 കിട്ടുന്നു. ഇതാണ് കളർ A4 ഷീറ്റ്സ്. ഇതുപോലൊരു പാക്കറ്റിൽ ഓരോന്നിനും വാങ്ങിക്കാൻ കിട്ടും. ഒന്നിന് 2 രൂപ ആയിട്ടാണ് കിട്ടുക. മാത്രമല്ല ഇതുപോലെ എല്ലാ കളേഴ്സും ഉള്ള 100 A4 ഷീറ്റിന് ഇതുപോലത്തെ പേപ്പേഴ്സിന് ഒരു പാക്കറ്റായിട്ട് 100 എണ്ണത്തിന് 100 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് ഇവരുടെയൊക്കെ കളികൾ. ഇത് ഇങ്ങനൊരു പാക്കറ്റാണ്. ക്രാഫ്റ്റ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇതിനിടയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി 4 മണി മുതൽ 6 മണി വരെയുള്ള സമയത്തിൽ അവരുടെ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി. കഴുകിയിട്ട ഡ്രസ്സ് അയലുമുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് മടക്കി ഒന്ന് അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അവർക്ക് 4 മണി തൊട്ട് 6 മണി വരെ പുറത്ത് കളിക്കാം, കൂട്ടുകാരുമായിട്ട് പുറത്ത് കളിക്കാനുള്ള സമയമാണ്. കളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷായി മഗ്‌രിബോട് കൂടി 6:30 മുതൽ 9 മണി വരെ അവരുടേതായ നിസ്കാരങ്ങൾ, അതുപോലെ ഖുർആൻ പാരായണം, മദ്രസയിലും സ്കൂളിലെയും എല്ലാ വിഷയങ്ങളും എടുത്ത് പഠിക്കലും ഒക്കെ 9 മണി വരെ.
എല്ലാവരും ഒരുമിച്ചിരുന്ന് 9 മണി മുതൽ ഭക്ഷണം കഴിക്കുക, രാത്രി ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞ് ഇനി ഫുഡ് അടിയൊക്കെ കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം എല്ലാവരും ഒന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. ഇപ്പോൾ സംസാരമൊന്നുമല്ല, ഇപ്പോൾ വേഗം മൊബൈലെടുത്ത് കാണുക. എന്തായാലും എല്ലാവരും ഈ സമയത്തെങ്കിലും കുറച്ച് ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് 11 മണിക്കെങ്കിലും ഉറങ്ങണം. 10:30 കുട്ടികൾക്ക്, 11 മണിക്കെങ്കിലും ഉറങ്ങണം, അത് മസ്റ്റാണ്. അങ്ങനെ വരും ദിവസങ്ങളിൽ നമുക്ക് ഒരു ടൈം ടേബിളോട് കൂടി അടുക്കും ചിട്ടയും തയ്യാറാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊപ്പം കൂട്ടുകൂടാം. അപാകതകളുണ്ടാകാം, ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി കണ്ടെത്തുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.